സംസ്ഥാനത്തെ വിദ്യാർത്ഥികളുടെ പഠനഭാരം കുറയ്ക്കുമെന്ന് പറയുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. പാഠ്യപദ്ധതിയിൽ 25% കുറവ് വരുത്തും. വിദ്യാർത്ഥികളുടെ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. അടുത്ത വർഷത്തെ പാഠപുസ്തകത്തിൽ ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ 25% സിലബസ് കുറയും എന്നുള്ള കാര്യം കൂടി ഞാൻ ഇവിടെ പറയുന്നു. അപ്പോൾ അത് കരിക്കുലം കമ്മിറ്റി അംഗീകരിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഉള്ളടക്കത്തിന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പക്ഷേ അതിൻ്റെ വലിപ്പം 25% കുറയും. വി ജയശങ്കറാണ് ചേരുന്നതിന്റെ വിശദാംശങ്ങളുമായി. ജയശങ്കർ, ആലോചിച്ചെടുത്തൊരു തീരുമാനമാണോ അതോ വിദ്യാർത്ഥികളുടെ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ എടുത്തതാണോ? ഉള്ളടക്കത്തിൽ കുറവ് വരില്ല എന്ന് പറയുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇത് നടപ്പാക്കാൻ പോകുന്നത്? അതായത് വിനീത, സംസ്ഥാനത്ത് സിലബസ് കൂടുതലാണെന്ന് ചില വിദ്യാർത്ഥികൾ മന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. അതായത് 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് സിലബസിൽ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് ചൂണ്ടിക്കാണിച്ച് 3 വിദ്യാർത്ഥിനികളാണ് മന്ത്രിക്ക് നിവേദനം നൽകിയത്. ഈ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴെന്തായാലും വിദ്യാഭ്യാസ വകുപ്പ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. അതിന്റെ പ്രഖ്യാപനമാണ് മന്ത്രി വി ശിവൻകുട്ടി തേവലക്കരയിൽ വെച്ച് നടത്തിയത്. അതായത് അടുത്ത വർഷം മുതൽ സിലബസിൽ 25% കുറയ്ക്കും. ഏതൊക്കെ ക്ലാസ്സുകളുടെ സിലബസിലാണ്, ഏതൊക്കെ പുസ്തകങ്ങളാണ് കുറയ്ക്കുക, ഏതൊക്കെ വിഷയങ്ങൾ എന്ന കാര്യത്തിൽ മന്ത്രി വ്യക്തത വരുത്തിയിട്ടില്ല. ഇതിന്റെ എല്ലാം തന്നെ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് പുറത്തുവിടുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സിലബസ് പരിഷ്കരണമാണോ എല്ലാ ക്ലാസുകളിലും ലക്ഷ്യമിടുന്നത്? വിനീത, അങ്ങനെ തന്നെയാണ്. സമഗ്രമായൊരു സിലബസ് പരിഷ്കരണം ഉണ്ടാകും. 25% സിലബസിൽ മാറ്റം ഉണ്ടാകുമെന്നാണ് മന്ത്രി പറയുന്നത്. ഇതെങ്ങനെ വേണം, ഏത് വിഷയത്തിലായിരിക്കും എല്ലാ കാര്യമെല്ലാം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് വരും ദിവസങ്ങളിൽ അറിയിക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും പൊതുവിൽ സിലബസിൽ ഒരു വെട്ടിക്കുറയ്ക്കൽ ഉണ്ടാവും. പക്ഷേ ഇതിന്റെ അടിസ്ഥാന തത്വങ്ങളെ മാറ്റാത്ത രീതിയിൽ, പൊതു സ്വഭാവത്തെ മാറ്റാത്ത രീതിയിലായിരിക്കും ഈ സിലബസിൽ കുറവ് വരുത്തുക. വിദ്യാർത്ഥികളുടെ പഠനഭാരം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു തീരുമാനം എന്നാണ് മന്ത്രി പറയുന്നത്. വിദ്യാർത്ഥികളുടെ തന്നെ നിവേദനം പരിഗണിച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇത്തരം ഒരു തീരുമാനവുമായി മുന്നോട്ട് പോകുകയും ചെയ്യുന്നത്. വിനീത, ശരി, വ്യക്തമാണ്. ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും ഏത് രീതിയിലായിരിക്കും പരിഷ്കരണം എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. വിദ്യാർത്ഥികൾ പറയുന്നത് കേൾക്കുന്ന മന്ത്രി അപ്പൂപ്പൻ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്താൻ പോകുന്നതെന്ന് അറിയണം.